ഡൽഹിയിൽ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു. വിവേക് വിഹാറിലെ 4 നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. വിഷ്ണു പ്രസാദ് വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, എപ്പോഴായിരുന്നു തീപിടുത്തം? പരിക്കേറ്റവരുടെയൊക്കെ അവസ്ഥ എന്താണ് സംഭവിച്ചത്? ഡൽഹിയിലുള്ള 4 നില കെട്ടിടത്തിനാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ഇതിൽ പ്രധാനമായും ഈ സമയത്ത് തീപിടുത്തമുണ്ടായത് പുലർച്ചെ 3:30-നാണ്. AC പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് സംശയിക്കുന്നത്. എന്തായാലും അപകടത്തിൽ ഇപ്പോൾ 9 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഔദ്യോഗികമായി. ഇനിയും 15 പേരെ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. പക്ഷേ ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അപകടം നടന്ന ഉടൻ തന്നെ ഫയർ എഞ്ചിൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെ എത്തിയിരുന്നു. പക്ഷേ തീപിടുത്തമുണ്ടായ 2, 3, 4 നിലകളിലേക്ക് ആ ഫയർ എഞ്ചിൻ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം വളരെ പരിമിതമായിരുന്നു. തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് 14 യൂണിറ്റുകൾ ചേർന്ന് തീ അണച്ചത്. 3 മണിക്കൂറോളം സമയം ഇതിനാവശ്യമായി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പരിക്കേറ്റവരെ പുറത്തെത്തിക്കാൻ സാധിച്ചു. 15 പേരെ പുറത്തെത്തിക്കാൻ സാധിച്ചു. ഈ 10 പേർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. 4 നിലകളിലായി ഒന്നിലേറെ വീടുകളാണ് ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളമാണ് അപകടത്തിന്റെ വ്യാപ്തി എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്ത് കാരണങ്ങൾ കൊണ്ട് ഈ AC-യിൽ നിന്നുള്ള തീപിടുത്തമാണ് എന്ന പ്രാഥമിക നിഗമനത്തിനപ്പുറത്തേക്ക് കൃത്യമായ കാരണം കൂടി കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. എന്തായാലും നിലവിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ഇപ്പോഴും തുടരുകയാണ്. ശരി.